ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. പാളികൾ കൊടുത്തുവിട്ടതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അറ്റകുറ്റപ്പണി നടത്തിയതിൽ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് അന്വേഷണ സംഘത്തോട് ആവർത്തിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തടയുന്നതിനായി സാമ്പത്തിക തട്ടിപ്പിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം രണ്ടാം തവണയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. 2025-ൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് നേരത്തെ നടന്ന കൊള്ള മറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നില്ലെന്ന് പ്രശാന്ത് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ മരാമത്ത് വിഭാഗത്തെ അറിയിച്ചിരുന്നു. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തത് മാത്രമാണ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ താൻ ബന്ധപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദേവസ്വം ബോർഡിലെ അംഗമായ അജികുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇരുവരുടെയും മൊഴി വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിനുശേഷമാകും ഇരുവരെയും പ്രതി ചേർക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. കുറ്റപത്രം വൈകുന്ന സാഹചര്യത്തിൽ പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയാണ്. ഒരു കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തടയുകയാണ് SITയുടെ നീക്കം. സാമ്പത്തിക ഇടപാടുകളിൽ വിവിധ പരാതികൾ സ്വീകരിച്ച് പുതിയ കേസെടുത്ത് പോറ്റിയെ പൂട്ടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇനിയും വൈകുമെന്നാണ് വിവരം. ഭാഗിക കുറ്റപത്രം തിരിച്ചടിയാകുമോ എന്ന സംശയം SITക്കുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ അനുമതി നൽകിയതിലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ പങ്ക് തെളിയിക്കുന്നതിന്റെ ഭാഗമായി കൈപ്പട പരിശോധിക്കാനും SIT ഒരുങ്ങുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തിരുവനന്തപുരത്തെ ജയിലിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തും. മീഡിയ 1 തിരുവനന്തപുരം.